ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്നു. ഇന്ത്യയും UAEയും സംയുക്തമായി യോഗത്തിന് നേതൃത്വം നൽകും. അറബ് ലീഗ് അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും അറബ് ലീഗ് സെക്രട്ടറി ജനറലും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണിത്. 22 അറബ് രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കും. 10 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് യോഗം ചേരുന്നത്. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇതിനുശേഷം ബജറ്റിന്റെ പകർപ്പ് രാജ്യസഭയിൽ മേശപ്പുറത്ത് വയ്ക്കും. 2019 കേന്ദ്ര ധനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ശ്രീമതി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. പാർലമെന്റിൽ ബജറ്റ് പ്രസംഗം പൂർത്തിയായ ശേഷം മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ബജറ്റ് രേഖകൾ ലഭ്യമാകും. കേന്ദ്ര ബജറ്റ് അവതരണത്തിനു ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും. 2026-27 കേന്ദ്ര ബജറ്റിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ഒരു മെസഞ്ചർ ആപ്പിൽ ചോർന്നതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് 2025-26 കേന്ദ്ര ബജറ്റിന്റേതാണെന്നും അത് ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ആർത്തവ ശുചിത്വത്തിനുള്ള അവകാശം ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം ജീവിക്കാനുള്ള മൌലിക അവകാശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീംകോടതി. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ബയോഡീഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ശൌചാലയങ്ങൾ ഉണ്ടെന്ന് അധികൃതർ ഉറപ്പാക്കണം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്വകാര്യ സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. സ്വച്ഛതാ പഖ്വാഡയുടെ ഭാഗമായി CBCയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈയും നട്ടു. സ്കൂൾ പ്രിൻസിപ്പാൾ ബീന NR ഉദ്ഘാടനം ചെയ്തു. വേലിയേറ്റ വെള്ളപ്പൊക്കം ദുരന്ത നിവാരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേരള സർക്കാർ. വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള കെടുതികൾ സംസ്ഥാന സവിശേഷ ദുരന്തമായി കണക്കാക്കി ധനസഹായം നൽകാനുള്ളതാണ് ഉത്തരവ്. ഉയർന്ന വേലിയേറ്റം കാരണം സമുദ്രനിരപ്പ് ഉയരുകയും പുഴകൾ, കായലുകൾ, തോടുകൾ എന്നിവ വഴി ജനവാസ മേഖലകളിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്നത് തീരദേശത്തോട് അടുത്ത താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. എറണാകുളം ജില്ലയിലെ 22 തീരദേശ പഞ്ചായത്തുകളിലും തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ പല ഭാഗങ്ങളിലും വേലിയേറ്റ വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിപ്പ കേസുകളിൽ ആശങ്ക വേണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിലേത് അപകട സാധ്യത കുറഞ്ഞ വിഭാഗത്തിലുള്ള നിപ്പ വ്യാപനമാണെന്നും ഇപ്പോൾ യാത്രാ വ്യാപാര നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാന ജില്ലയിലാണ് അടുത്തിടെ നിപ്പ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. മലയാളി താരം സഞ്ജു സാംസൺ ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് കാര്യവട്ടത്തെത്തുന്ന ആരാധകർ. മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹം ശക്തമാക്കി. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ നഗരത്തിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ടൂർണമെന്റിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ തായ്ലൻഡിന്റെ സുപാനിഡ കതേത്തോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ദേവികയുടെ സെമി പ്രവേശം. ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ ദേവിക ചൈനീസ് തായ്പേയ് താരത്തെ നേരിടും. ദേശീയ ഫയർ സർവീസ് സ്പോർട്സ് മീറ്റിൽ ഹാട്രിക് മെഡൽ നേട്ടവുമായി മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കുന്ന ദേശീയ ഫയർ സർവീസ് മീറ്റിൽ 400 മീറ്ററിൽ സ്വർണവും 100 മീറ്ററിലും 200 മീറ്ററിലും വെങ്കല മെഡലുകളും നേടി. ഇതോടെ സൌദി അറേബ്യയിൽ ഈ വർഷം നവംബറിൽ നടക്കുന്ന ഫയർ സർവീസ് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും യോഗ്യത നേടി. മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് കുനിയിൽ സ്വദേശിയാണ് ഗഫൂർ. സംസ്ഥാന കായിക യുവജന കാര്യാലയത്തിന്റെയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെയും കീഴിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് സ്കൂളുകളിലേക്കും സ്പോർട്സ് അക്കാദമികളിലേക്കുമുള്ള പ്രവേശനത്തിന് പ്രാഥമിക സെലക്ഷൻ നാളെ. ഈ മാസം 8 വരെ വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുത്ത സെന്ററുകളിൽ സെലക്ഷനിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ sportscouncil.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.